നമസ്കാരം. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് സർക്കാർ. അതും ഒരു ഇടതുപക്ഷ സർക്കാർ. ഇടതു സർക്കാരിന് മാത്രമേ സമരം പാടുള്ളൂ എന്ന ഒരു അവസ്ഥ കൂടി ഇതിലൂടെ പിണറായി കാലത്ത് അലിഖിതമായിട്ട് ചേർത്ത് വയ്ക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതായത് കൊടി പിടിച്ച് ഇറങ്ങണമെങ്കിൽ ഞങ്ങൾ ഇറങ്ങണം, അതിനപ്പുറം മറ്റാരിറങ്ങിയാലും അതൊന്നും ഒരു സമരമേ അല്ല, ഞങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് സമരമെന്ന് അവർ പറഞ്ഞു വയ്ക്കുകയാണ്. പണിമുടക്കുന്നവർ അടിയന്തരമായിട്ട് തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നതാണ് നിർദ്ദേശം. NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഇത് സംബന്ധിച്ചിട്ടുള്ള സർക്കുലറും ഇറക്കി. സമരം ചെയ്യുന്ന എല്ലാ ആശാ വർക്കർമാരെയും ഒഴിവാക്കാനാണ് നീക്കം നടക്കുന്നത്. ഇതിനുശേഷം പുതിയ ആളുകളെയൊക്കെ നിയോഗിക്കും. അതിവേഗ തീരുമാനം ഇക്കാര്യത്തിലുണ്ടാകും. ഇതിനു മുന്നോടിയായാണ് സർക്കുലർ. പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കുലർ. ആശാപ്രവർത്തകർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നില്ലെങ്കിൽ അതിനുള്ള പകരം സംവിധാനം ഏർപ്പെടുത്തണം. തദ്ദേശ സ്ഥാപനങ്ങളുമായി കൂടിയാലോചിച്ച് മെഡിക്കൽ ഓഫീസർമാർ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് കൂടി സർക്കുലറിൽ പറയുന്നുണ്ട്. പണിമുടക്കുന്നവർക്ക് പകരം തൊട്ടടുത്ത വാർഡുകളിലെ ആശാപ്രവർത്തകർക്ക് അധിക ചുമതല നൽകിയോ ആരോഗ്യ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ മുഖാന്തിരമോ സേവനം ലഭ്യമാക്കണമെന്നാണ് നിർദ്ദേശം. ആശാ വർക്കർമാർക്ക് പകരം ആരോഗ്യ വകുപ്പിലെ സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിക്കണം. സമരം 15 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് കടുത്ത നടപടിയുമായി സർക്കാർ എത്തിയിരിക്കുന്നത്. NHM ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കും കത്ത് നൽകിയിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് നിലവിൽ നടത്തിവരുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആശാപ്രവർത്തകർ പങ്കെടുക്കുന്നില്ലെന്നും ഈ സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കർശന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഡയറക്ടറുടെ കത്തിൽ പറയുന്നുണ്ട്. എല്ലാ ആശാ വർക്കർമാർക്കും അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിച്ച് ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ നിർവഹിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ആശാപ്രവർത്തകർ ജോലിയിൽ തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്താനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ആലോചിച്ച് മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിക്കേണ്ടതുണ്ട്. ഇത്തരം നടപടികൾക്ക് കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത വാർഡിലെ ആശാ വർക്കർക്ക് അധിക ചുമതല നൽകിയോ നിലവിലുള്ള ആരോഗ്യ പ്രവർത്തകർ മുഖാന്തിരമോ ആരോഗ്യ മേഖലയിലെ സന്നദ്ധ പ്രവർത്തകർ മുഖാന്തിരമോ ജനങ്ങൾക്ക് സേവനം ഉറപ്പാക്കണം. ഇത്തരത്തിൽ ചുമതല നൽകുന്നവർക്കുള്ള ഇൻസെന്റീവ് നൽകാൻ മിഷൻ ഡയറക്ടർ പിന്നീട് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുമെന്ന് കൂടി കത്തിൽ പറയുന്നു. വലിയ പിന്തുണയാണ് സത്യത്തിൽ ആശാ വർക്കർമാരുടെ സമരത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നഗരത്തിൽ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർ, ദേവാലയങ്ങളിൽ പോകാൻ ഇറങ്ങുന്ന മുതിർന്നവർ, വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ, ആരോഗ്യ പ്രവർത്തകർ, KSRTC ഡ്രൈവർമാർ, വിവിധ സമരങ്ങളിൽ പങ്കെടുക്കാനെത്തുന്ന സംഘടനാ പ്രവർത്തകർ, നഗരത്തിലെ തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിലെ സമസ്ത മേഖലയെയും പ്രതിനിധീകരിക്കുന്നവർ സമരം ചെയ്യുന്ന ആശമാരെ നേരിട്ട് കണ്ട് പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നു. മകളുടെ പിറന്നാൾ ആഘോഷം മാറ്റിവെച്ച് അതിനായി കരുതിയ തുക സംഭാവനയായി നൽകാനെത്തിയ പ്രശസ്തനായ ഡോക്ടറും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആശാപ്രവർത്തകരുടെ കയ്യിൽ തങ്ങളാൽ കഴിയാവുന്ന ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ കൊടുത്തുവിടുന്ന നാട്ടുകാരും ന്യായമായ ആവശ്യങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണത്തിന്റെ തെളിവ് കൂടിയാണ്. പൊതുജനങ്ങളുടെ വലിയ പിന്തുണ തന്നെ സമരത്തിന് ലഭിക്കുന്നുവെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S മിനിയും പറയുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ മുതൽ ആശാ വർക്കർമാരുടെ സേവനം ലഭിച്ച സാധാരണ മനുഷ്യർ വരെ കൂട്ടത്തിലുണ്ട് എന്നുകൂടി അവർ പറയുന്നു. പലതരത്തിൽ സമരത്തെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ ന്യായമായ അവകാശം സ്ഥാപിച്ചെടുക്കുക എന്ന ഏക ലക്ഷ്യത്തിൽ ശക്തമായ സമരവുമായി തന്നെ മുന്നോട്ട് പോകുമെന്നും മിനി പറയുന്നു. എന്തായാലും ആശാ വർക്കർമാരെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കളയാൻ, അതായത് അവരെ ജോലിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ ഈ ഒരു നീക്കമുണ്ടല്ലോ, അത് തീർത്തും നെറികേടാണ്. എത്രയേറെ സമരങ്ങൾ ചെയ്ത്, എത്രയേറെ സ്ഥാപനങ്ങൾ പൂട്ടിച്ച്, എത്ര പേരുടെ തൊഴിൽ ഇല്ലാതെയാക്കി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നിങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സാധാരണ ജനവിഭാഗമാണ് ഈ ആശാ വർക്കർ എന്ന് പറയുന്നത്. ഏറ്റവും അടിത്തട്ടിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ നിത്യ ചെലവിനുള്ള കാര്യം പോലും കിട്ടാതെ ആയതോടുകൂടിയാണ് അവർ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. എത്രയേറെ പണി, എത്രയേറെ ജോലി നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും പറയുകയാണ് ആശാ വർക്കർമാരെ നീക്കം ചെയ്യുമെന്ന്. സത്യത്തിൽ ഉളുപ്പുണ്ടോ സർക്കാരെ എന്ന് ചോദിക്കാനോ ഉളുപ്പുണ്ടോ ആരോഗ്യമന്ത്രി എന്ന് ചോദിക്കാനോ മടിയാണ്. കാരണം നിങ്ങൾക്ക് അതില്ല എന്നുള്ളത് നിങ്ങളുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എളമരം കരീമെന്ന്
CITU നേതാവ് പറഞ്ഞതുകൂടി ചേർത്ത് വെച്ചാൽ സമ്പൂർണ്ണമാണ് ഈ സർക്കാരിൻ്റെ ഭരണ പരാജയം. നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾക്ക് വിടുപണി ചെയ്യുന്നവർക്ക് ഏറ്റവും മികച്ച സാലറി സ്കെയിൽ നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ PSC അംഗങ്ങൾക്ക് 4 ലക്ഷത്തോളം രൂപ ചെയർമാനും ബാക്കിയുള്ളവർക്ക് അതിൽ താഴെയുമായി ശമ്പള വർധന നൽകിയിരിക്കുന്നത്, അല്ലേ? മാത്രമല്ല KM എബ്രഹാം, KV തോമസ് എന്നിവർക്കൊക്കെ എന്തിനാണ് ഇത്രയധികം ശമ്പള വർധന നൽകുന്നത്? മാത്രമല്ല അവരെല്ലാം സമ്പന്നതയിൽ ജീവിക്കുന്നവർ കൂടിയാണ്. ഇത് താഴേക്കിടയിലുള്ള ജനവിഭാഗമാണ്. അവർക്ക് അന്നുള്ള അന്നത്തിനുള്ള വക തേടിയാണ് അവർ ഈ പൊതുപ്രവർത്തനം എന്നുള്ള ഈ സേവന മേഖലയിലേക്ക് ഇറങ്ങുന്നത്. അത് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട ആളുകളാണ് ഈ LDF CPM എന്നൊക്കെ പറഞ്ഞ് അടിസ്ഥാന വർഗ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഭരണത്തിലേറിയ നിങ്ങളാണ് ഇവരുടെയൊക്കെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിക്കുന്നത് എന്ന് വേണം പറയാൻ. സത്യത്തിൽ എത്ര പേരുടെ മനസ്സ്, അതായത് ജീവിക്കാനുള്ള വരുമാനം പോലും ഇല്ലാതെയാക്കിയ അവരെ തളർത്തിക്കളയുന്ന നിങ്ങൾ എത്ര പേരെയാണ് ഇല്ലാതെയാക്കുന്നത്? നിങ്ങൾ മുതലാളിത്തത്തോട് കൂട്ടുകൂടി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ, അവരവരുടെ കീശ വീർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒരംശം മാറ്റിവെച്ചാൽ പോലും മതിയല്ലോ. ഇപ്പോൾ പറയുന്ന ഈ കണക്കുകളെല്ലാം, അതായത് കേന്ദ്രം തരാനുണ്ട് എന്ന് പറയുന്ന കണക്കുകൾ പോലും പച്ചക്കള്ളമാണെന്ന് ഈ പറയുന്ന ആശാ വർക്കർമാർക്കും ജനങ്ങൾക്കും എല്ലാം അറിയാം. അതിലൊന്നും യാതൊരു ഉളുപ്പുമില്ലാതെയാണ് വീണ്ടും ഈ ആശാ വർക്കർമാരുടെ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കാരണം എത്രയേറെ പേരുടെ തൊഴിലാണ് നിങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഇനിമേലിൽ നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടി എന്ന ലേബലിൽ ഒരിക്കൽ പോലും പറയരുത്, ഒരിക്കൽ പോലും ഉയർത്തരുത്. കാരണം അത് ആ ഒരു വാക്കിന് പോലും ഏൽക്കുന്ന കളങ്കമായി മാറും. നന്ദി.